പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ, ഇത് നമ്മളൊരു ഗ്രൗണ്ടാണ്, പുതിയ ഗ്രൗണ്ട്, അതും പിരിച്ചെടുത്തുണ്ടാക്കിയ ഗ്രൗണ്ട്. 1986 ക്ലബിന് പിരിച്ചുണ്ടാക്കി സ്ഥലം വാങ്ങി ക്ലബ്ബ് കയറ്റിയ നമ്മുടെ അനാമിക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഒരു കാലത്ത് നല്ല പേരും പ്രശസ്തി നേടിയ ഒരു ക്ലബ്ബാണ്. ഇപ്പോഴും ഉണ്ട്. പക്ഷെ എന്തായാലും ഇപ്പോഴും അവർ ഒരു പിരിവ് നടത്തിയങ്ങാണ്ട് ഒരു ഗ്രൗണ്ടൊക്കെ സ്വന്തമായിട്ട് വാങ്ങി. അപ്പോൾ അതിന് ഉദ്ഘാടനം കഴിഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഇന്ന് അവിടെ പ്രീമിയർ ലീഗിൻ്റെ ഒരു ചെറിയൊരു പരിപാടി 14 ടീമുകളെ ഒപ്പിച്ച് വൺ ഡേ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചു. അതിൻ്റെ ആ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം നമ്മുടെ പുൽവട്ട വാർഡ് മെമ്പർ കുഞ്ഞാണിയാക്കു, അതുപോലെ തന്നെ നമ്മുടെ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ് മെമ്പറൊക്കെ ആയ മഞ്ചേരിപ്പറമ്പ് വിജയൻ ഒക്കെ നിർവഹിച്ചു. അതുപോലെ തന്നെ ഒരുപാട് നാട്ടിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ, ആ നാട്ടിലെ കുട്ടികൾ, ആ നാട്ടിലെ ക്ലബിൻ്റെ പ്രതിനിധികളൊക്കെ പാടെ കൂടി കാണും നല്ലൊരു പ്രോഗ്രാം അവിടെ നടന്നു. അപ്പോൾ ഞാൻ ഈ ഗ്രൗണ്ട് നിങ്ങളൊന്ന് കാണിച്ചു തരിക. അതോടൊപ്പം തന്നെ ഇന്നത്തെ കളിൻ്റെ ഒരു ചെറിയൊരു ഭാഗം അതിൻ്റെ ഉദ്ഘാടന വേളയ്ക്ക് ഒന്ന് കാണിച്ചു തരാം. അതൊരു മാതൃകാ പ്രവർത്തനമാണ് ഇവർ ചെയ്തിട്ടുള്ളത്. പണ്ട് പിരിച്ചുണ്ടാക്കി ക്ലബ്ബ് ഉണ്ടാക്കി, ഇപ്പോൾ നാടാകെ നമ്മളിതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു, ഒരു ആടിൻ്റെ ചലഞ്ചൊക്കെ ആയിട്ട് നമ്മൾ ഇട്ടിരുന്നു. ഏതായാലും നമുക്ക് ആ ചടങ്ങിലേക്ക് നോക്കാം. നമ്മുടെ ഏറ്റവും സന്തോഷകരമായ ഒരു സമയമാണ് ഇന്ന് രാവിലത്തെ ഈ സമയം. കാരണം അനാമിയ ക്ലബ്ബ് എന്ന് പറയുമ്പോൾ തന്നെ ഈ മേഖലയിൽ ഒരു വർഷങ്ങളായിട്ടും അവരുടെ ചിരകാല സ്വപ്നമാണ് ഒരു ഗ്രൗണ്ട് എന്ന്. ആ ഗ്രൗണ്ട് ഏതാണ്ടൊക്കെ യാഥാർത്ഥ്യമായി വന്നിരിക്കുകയാണ്. ഗ്രൗണ്ടിൻ്റെ ഉദ്ഘാടനങ്ങളും കാര്യങ്ങളൊക്കെ പിന്നീട് നടക്കും. ഇന്ന് നമ്മൾ ഈ ഗ്രൗണ്ട് ഒരുങ്ങിക്കഴിഞ്ഞു. ഇതിലേക്ക് കുട്ടികളെ ഒരു ഫുട്ബോൾ മേള ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിക്കുന്നു. അതേപോലെ തന്നെ ഈ ക്ലബിൻ്റെ കീഴിൽ 2 വനിതാ ഫുട്ബോൾ താരങ്ങളും കൂടി ഉണ്ട്. ഇതേപോലത്തെ ഒട്ടേറെ താരങ്ങളെ, ജില്ലാ താരങ്ങൾ, ഒട്ടേറെ താരങ്ങളെ ഇനിയും ഇവിടുന്ന് നമുക്ക് വാർത്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ ഉഷാറായി മുന്നോട്ട് പോട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിക്കുന്നു. നന്ദിയാണിത്. നാട്ടിൽ മുഴുവൻ കളിക്കളങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അവിടെയൊക്കെ പുറമ്പോക്കും മറ്റുള്ള സ്ഥലങ്ങളൊക്കെ കിട്ടിയിട്ടാണ് ഗ്രൗണ്ട് ഉണ്ടാക്കുന്നത്. ഒരു സാധ്യതയുമില്ലാത്തടത്തു നിന്നാണ് ഇത്തരം ഒരു ഗ്രൗണ്ട് നമ്മൾ ഉണ്ടാക്കിയത്. ഒരു വലിയ സ്വപ്ന പൂവണിയാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങൾ, ഒരുപാട് പേരുടെ അധ്വാനം എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലെ ആശയമുണ്ടായ അന്ന് മുതൽ ഇതുവരെ അതിൻ്റെ ഒരു വലിയ പ്രവർത്തനവുമായിട്ടാണ് ഇതിൻ്റെ സംഘാടകർ നടന്നിരുന്നത്. അവരുടെ ഒരു വലിയ ചിരകാല സ്വപ്നം പൂവണിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ ചെറിയൊരു മനസ്സിലൊരു പ്രയാസമുള്ളത് നമ്മൾ ഉദ്ദേശിച്ചിടത്ത് ഇത് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഏകദേശം അന്ന് കണക്കൂട്ടുമ്പോൾ 1 ഏക്കർ സ്ഥലമെങ്കിലും നമുക്കിതിന് വേണം എന്നുള്ള ചിന്തയിലാണ് ഇറങ്ങിയത്. അത് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിലും തൽക്കാലം ഈ നാട്ടിലെ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യമൊരുക്കി എന്നുള്ള വലിയ സന്തോഷമാണ്. ഇത് നമുക്ക് വിപുലീകരിക്കണം, ഒരു വലിയ ഗ്രൗണ്ടാക്കി മാറ്റാനുള്ള ശ്രമം തുടർന്നും ഇതിനുണ്ടാവണം. അത് സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി ചെയ്യാൻ ഇതിൻ്റെ സംഘാടകർ തയ്യാറാണ് എന്നാണ് അവരെപ്പോഴും പറയുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ സംഘാടകർക്ക് പ്രത്യേകം അഭിനന്ദനം അർപ്പിക്കുന്നു. അതേപോലെ ഈ ഫുട്ബോൾ മേള വളരെ നല്ല രീതിയിൽ തന്നെ വലിയ ഒച്ചപ്പാടും അലമ്പും ഒന്നും ഉണ്ടാക്കാതെ തന്നെ വളരെ നല്ല രീതിയിൽ ഇത് നടത്തണമെന്ന് ഇതിൻ്റെ സംഘാടകരോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിനെ അനാമിക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ കീഴിലുള്ള 3ാമത് പ്രീമിയർ ലീഗിൻ്റെ കിക്ക് ഓഫിന് ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. വിജയേട്ടൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു ലക്ഷ്യം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ഏകദേശം പകുതിയെ എത്തി നിന്നിട്ടുള്ളൂ. ഇനിയും വരുന്ന മാസങ്ങളിലും വർഷങ്ങളിലും ഇതിൻ്റെ പൂർണ്ണതയിലേക്ക് എല്ലാവരും, കുട്ടികളും വലിയവരും മുതിർന്നവരും എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളും അതോടൊപ്പം തന്നെ സാമ്പത്തികമായും ശാരീരികമായും നമ്മൾ ആരൊക്കെയാണോ പോയി കാണേണ്ടത് അവരൊക്കെ പോയി കണ്ടിട്ടും നമ്മൾ ഇതിൻ്റെ വിപുലീകരണം അത്യാവശ്യ ഘട്ടങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഇത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. വാർഡ് മെമ്പർ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു. മെമ്പറോട് നമുക്ക് സൂചിപ്പിക്കാനുള്ളതും അതുതന്നെയാണ്. നമ്മുടെ ഈ ക്ലബിൻ്റെ കീഴിൽ ഈ ഗ്രൗണ്ടിലുള്ള സ്ഥലം ഇവിടെ നമുക്ക് വളരെ സാമ്പത്തികമായി എല്ലാവരും എഫേർട്ട് എടുത്തിട്ടാണ് ഇതിവിടെ നമ്മൾ ഈ നിലയിൽ എത്തിച്ചുള്ളത്. നമുക്കറിയാം ഇതിൻ്റെ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കക്കറ വാർഡിലും പുൽവട്ട വാർഡിലൊക്കെ പുറമ്പോക്ക് കിട്ടി.
അവർക്കൊരു ഗ്രൗണ്ടായി. പക്ഷേ അനാമികനെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ മുമ്പിൽ വലിയൊരു വെല്ലുവിളിയായിരുന്നു. പക്ഷേ അതെല്ലാം അതിജീവിച്ച് നമ്മുടെ ഈ നാട്ടിലെ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് നമുക്കിതൊരു പകുതി പരിപൂർണതയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെയും അതുപോലെ ബ്ലോക്കിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും MLA ഫണ്ട്, MP ഫണ്ട്, എല്ലാ ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ വിപുലീകരണത്തിന് ആവശ്യമായ എല്ലാ സമയങ്ങളിലും വാർഡ് മെമ്പറുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. അത് ഞങ്ങളിവിടെ ഈ സമയത്ത് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഫുട്ബോൾ കളി ഫസ്റ്റത്തെ കളി പുതിയ ഗ്രൗണ്ടിൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂലക്ക് ഇങ്ങനെ ഇരുന്നുകൊണ്ട് എടുത്തുകൊണ്ട് നിൽക്കണം, അല്ലാതാണ്ട് പോയാൽ ചിലപ്പോഴേ അടിയിട്ടിയാലേ. ആ വള്ളിക്കുള്ളേ ഗോളിയടി വിളിയോട്ടെ വെച്ച് പോവാം.